നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ, ജനതാദൾ നാഷിസ്റ്റിൻ്റെ പ്രസിഡന്റ്. ബഹുമാനി, നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെയും എൻ്റെ പാർട്ടിയുടെയും അഭിനന്ദനങ്ങളും ആശംസിക്കും. ചാലക്കുടിക്കാരൻ ഒരു ഹാജിയാരുടെ കൂപ്പിൽ തടികയറ്റി വന്ന ലോറി വർഷങ്ങൾക്ക് മുൻപ് അങ്കമാലി ഭാഗത്ത് ഹൈവേയിൽ ബാക്ക് സൈഡിൽ ഒരു വീൽ അൽപ്പിയിരുന്നു. വണ്ടി നിന്നുപോയി. ജാക്കി വെച്ച് പൊക്കാൻ മാത്രം അവിടെ സംവിധാനമില്ല, കാരണം മണ്ടിട്ടാണ്, വരമ്പാണ്. മെസ്സേജ് പോയി ആചാർക്ക്. ആചാര്യ വീടിൻ്റെ മുമ്പിൽ നിൽക്കുന്ന ആനയുടെ ചെവിയിൽ വന്നിട്ട് ആചാര്യ പറഞ്ഞു, മോനെ, നമ്മുടെ ലോറി അങ്കമാലി ഭാഗത്ത് എന്നാൽ മാത്രം പറഞ്ഞോളൂ. ആനക്കാരൻ്റെ പുറത്ത് കയറി ആന വേഗം വരാണ്. വന്ന വഴി അവൻ്റെ കൊമ്പും തുമ്പിക്കൈ ഉപയോഗിച്ച് കൂപ്പിന്ന് ലോറി തടി കയറ്റിയ ലോറിയുടെ ബാക്ക് പോർഷനിൽ സെൻറ്ററിൽ ഒരു പോക്ക് പോക്കിയിട്ട് നേരെ എടുത്ത് ഒരു അരിയോളം മാറ്റി മെയിനിലോട്ട് കയറ്റി വെച്ചു. ആനക്ക് കാര്യം മനസ്സിലായി, ആചാര്യർക്ക് കാര്യം മനസ്സിലായി. അതുപോലെ നാസർ മാനു എന്നൊരു വ്യക്തി, അദ്ദേഹം വലിയൊരു ദാനധർമ്മിഷ്ഠനും പാവപ്പെട്ടവർക്ക് ഒരു സഹായിക്കുന്നു, വീട് വെച്ചു കൊടുക്കുന്നതാണ്. സാമാന്യം തെറ്റില്ലാത്ത മനുഷ്യൻ, എനിക്ക് കൂടുതൽ പരിചയമൊന്നുമില്ല, കേട്ട് വന്നുള്ളൂ. അദ്ദേഹം ഇന്നൊരു ഫേസ്ബുക്കിൽ വന്നിട്ട് ഒരു കാര്യം പറഞ്ഞു. അത് മറ്റൊന്നുമല്ല, ലക്ഷ്മി പ്രിയ എന്ന നമ്മുടെ സഹോദരി അല്ലെങ്കിൽ മകൾ യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുകയും 16-ാം തീയതി ലാസ്റ്റ് ടൈമാണ്. അദ്ദേഹം പറഞ്ഞതാണ്, നമ്മൾ കൈമൈ മറന്ന് 8 കോടി രൂപ മതി, 8 കോടി സംതി വരുള്ളൂ. മറ്റേ റഹീമിന് 30-38 കോടിയായിട്ട് പിരിച്ചിട്ട് റഹീം ഇപ്പോൾ വന്നിട്ടില്ല. ആ പൈസ ഇവിടെ പോയതിൽ ചോദ്യമുണ്ട്. 8 കോടി രൂപ മലയാളികളെ സംബന്ധിച്ച്, അല്ലെങ്കിൽ വിദേശ മലയാളികളെ സംബന്ധിച്ച് മാനുവിനെ പോലെയുള്ള ദാനശീലമുള്ളതുകൊണ്ട് അതൊരു വിഷയമല്ല. മാനുവിനെ പറഞ്ഞ് ഞങ്ങൾ 1 ലക്ഷം വെച്ച് നമ്മൾ കുറേ പേരെടുക്കുക, ബാക്കി 5 രൂപ 10 രൂപ ആയിട്ട് എല്ലാവരും സഹായിക്കട്ടെ. അവരെ നമ്മൾ സഹായിക്കണം, അത് മാനുഷ്യ പരിഗണനയാണ്. അപ്പോൾ നിങ്ങൾക്ക് തോന്നിയേക്കാം, ഞാനൊന്നില്ല സൂചിപ്പിച്ചു, യമനിലെ ഒരാളെ മരുന്ന് കുത്തിവെച്ച് കൊന്ന് കഷ്ണങ്ങളാക്കി പല സ്ഥലത്ത് ഇട്ടതൊക്കെ അത് തെറ്റ് തന്നെ, സംശയമൊന്നുമില്ല. പക്ഷേ അവിടെ വേറൊരു കഥ കൂടി പറയാം. ഒരാൾ ദൈവത്തെ പേടിച്ചിട്ട്, ദൈവം നമ്മൾ ഉദ്ദേശിക്കുന്ന അള്ളാഹുവിനാണ്, പേടിച്ചിട്ട് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ മതത്തെ കത്തിച്ച് കളയാൻ പറഞ്ഞു. കത്തിയവനൊന്നുമില്ലല്ലോ, അയാൾ ഒരു മോശക്കാരനായിരുന്നു, അള്ളാഹുവിന് മുമ്പിൽ ദൈവത്തിന് മുമ്പിൽ ഒരു പാപിയായിരുന്നു. പക്ഷെ കത്തിച്ച് കളഞ്ഞാൻ പ്രോത്സാഹിപ്പിച്ചതിൽ പറഞ്ഞതിൻ്റെ പേരിൽ ആ തെറ്റെല്ലാം പുറത്ത് സ്വർഗത്തിൽ കയറ്റി എന്നൊരു സംഭവം പറയുന്നുണ്ട്. എന്താ കാരണം? അത്ര കണ്ട് അള്ളാഹു ഭയക്കുന്നു. അതൊരു വലിയ പശ്ചാത്താപമല്ലേ? ദൈവത്തെ നമ്മൾ ഭയക്കുന്നത് പറഞ്ഞാൽ ഒരു പശ്ചാത്തലവും പ്രായശ്ചിത്തമാണ്. അതുപോലെ ഇത്രയും കാലം വർഷങ്ങളോളം നമ്മുടെ സുഹൃത്ത്, നമ്മുടെ പെങ്ങള് അല്ലെങ്കിൽ സഹോദരി, മകള് ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട് ഇവിടെ. അതും എന്തൊരു ശിക്ഷയായിരിക്കും. യമൻ എന്നൊക്കെ പറഞ്ഞാൽ ഈ കാട്ടറബികളുടെ മേഖലയാണല്ലോ, നമ്മളെപ്പോലുള്ളൊരു പരിഷ്കൃതമൊന്നും അല്ല ഇവിടെ, ഞാൻ കുറ്റപ്പെടുത്തല്ലെങ്കിലും. അതുകൊണ്ട് അത് ശിക്ഷയായിട്ട് തന്നെ കണക്കാക്കണം. അപ്പം ഏത് നിലക്ക് നോക്കിയാലും നമ്മുടെ സഹോദരിയെ എന്ത് ത്യാഗം സഹിച്ചും എത്ര രൂപ കൊടുത്തും ജീവൻ തിരിച്ചു പിടിക്കണം. പക്ഷെ പൈസ കൊടുത്താൽ കിട്ടുമെങ്കിൽ ഒരിക്കലും 4 കോടിയായിട്ട് പിരിച്ച് കൊടുത്തിട്ട് ആരും വിവരമില്ല, കടക്കൂലെന്ന് പറഞ്ഞത്. അങ്ങനെ വന്നു പോകരുത്, അതിൽ ശ്രദ്ധിക്കണം. അപ്പോൾ നാസർ മാനുവിൻ്റെ വികാരത്തോടും അഭിപ്രായത്തോടും മൊയ്തീൻ ഷായും പാർട്ടിയും എല്ലാം മറന്ന്, കൈമൈ മറന്ന് ഏക മനസ്സോടുകൂടി ഈ നിമിഷം മുതൽ, മാനു പറഞ്ഞ് ഉച്ചക്കാണ്, ആ നിമിഷം മുതൽ നമ്മളെല്ലാം സഹകരിച്ചിട്ട് വേണ്ടതിൽ പ്രവർത്തിക്കണമെന്ന് ഒരിക്കൽ കൂടി വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. മറ്റൊന്ന്, ഞങ്ങളുടെ ഈ സംഘടന ഒരു മനഃശാസ്ത്ര കൂട്ടായ്മയാണ്, ഫിലോസഫിക്കൽ കൂട്ടായ്മയാണ്, ശാസ്ത്രീയ കൂട്ടായ്മയാണ്, പലരും പറയാറുണ്ട്.
അത് വച്ച് നോക്കുമ്പോഴേ ഒരു ഗ്രമറ്റിക്കൽ മിസ്റ്റേക്ക് അല്ലെങ്കിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, രണ്ട് കാര്യം. കാരണം കേരളം അറിയപ്പെടുന്ന രണ്ട് വലിയ മനുഷ്യരാണ് EMSഉം CH മുഹമ്മദ് കോയ സാഹിബ്. രണ്ട് മേഖല അവർ പ്രഗത്ഭർ തന്നെയാണ്. അതിൽ CH മുഹമ്മദ് കോയെ സംബന്ധിച്ച് ഒരു ഒരു കത്ത് ഇങ്ങനെ ഈ ഫേസ്ബുക്കിലൊക്കെ മാറി മാറി വരുന്നുണ്ട്. അതെന്താണെന്നറിയോ? മുഖ്യമന്ത്രിയായിട്ട് രാജിവെച്ചിറങ്ങിയ മനുഷ്യൻ മഞ്ചേരിയിലെ മറ്റേ വീട് അങ്ങോട്ട് എത്താൻ വേണ്ടി വണ്ടി വിളിക്കാൻ കാശില്ലാതെ മണിക്കൂറുകളോളം MLA ക്വാർട്ടേഴ്സിൻ്റെ ഫ്രണ്ടിൽ നിന്നു എന്നും, ആദ്യം നമ്മുടെ ബേബി ജോൺ വന്ന് കുശലാന്വേഷണം നടത്തി പോയി, വീണ്ടും 1-2 മണിക്കൂറായിട്ട് പോകാത്തതുകൊണ്ട് അത് തിരിച്ച് നിൽക്കുന്നതുകൊണ്ട് എന്താ ചോദിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞു, എനിക്ക് നാട്ടിൽ പോകാൻ കാശില്ല, വണ്ടി കൂലി കൊടുക്കുക, അത് കാശുണ്ടോയെന്ന് ചോദിച്ചു. അങ്ങനെ പുള്ളി 500 4 നോട്ടായിട്ട് എടുത്ത് കൊടുത്താൽ പറഞ്ഞത്. അത് സാമാന്യ ബുദ്ധി നോക്കുമ്പോൾ എന്തൊരു വലിയ മനുഷ്യനാണ്, എത്ര നിഷ്കളങ്കനാണ്, എത്ര അഴിമതിയില്ലാത്ത ആളാണ്. ശരി തന്നെയാണ്. പക്ഷെ ആ കുറിപ്പിൻ്റെ ഉടമ ആ ലീഗാരി ഞാൻ പറയില്ല കേട്ടോ, ഏതൊരു കുബുദ്ധി ചെയ്താണ്. അത് CHനെ പുകഴ്ത്തി പറഞ്ഞാണ്, കുറ്റപ്പെടുത്തിയല്ല. പക്ഷെ അതിൽ അടങ്ങിയിരിക്കുന്നൊരു അപകടം. ഒരു പെണ്ണ് തൊഴിലാളി ജോലിക്ക് അപേക്ഷിച്ചു, ഇപ്പോൾ എക്സ്പീരിയൻസ് കാണിച്ച് കൂടുതൽ കാണിച്ച് നോക്കിയപ്പോൾ ആ പെൺകുട്ടിയുടെ വയസ്സും എക്സ്പീരിയൻസും നമ്മൾ യോജിക്കുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ 25 വയസ്സുള്ള പെൺകുട്ടിക്ക് 20 വർഷം 22 വർഷം പഠിച്ചു, ബാക്കി 3 വർഷമുള്ളൂ. പകരം ഒരു 7 വർഷം എക്സ്പീരിയൻസ് കാണിച്ചാൽ എന്ത് ചെയ്യും? അത് ബുദ്ധിയുള്ള കണ്ടുപിടിച്ചു. അതുപോലെ ഒരു മുഖ്യമന്ത്രി, വർഷങ്ങളോളം MLA ആയിരുന്ന ആള്, ഒരു പാർട്ടിയുടെ സമുന്നത നേതാവ്, അന്ന് മുസ്ലിം ലീഗിനെ ചോദ്യം ചെയ്യാവുന്ന ഒരു നേതാവും CHനെതിരെ ഒപ്പോളില്ല. ആ മനുഷ്യൻ വീട്ടിലെത്താൻ അന്ന് 10, 500, 10, 300 രൂപ മതിയായിരിക്കും. ഇന്നല്ലല്ലോ, 10, 30 വർഷം മുമ്പല്ലേ. എടുക്കാൻ പറ്റിയില്ല, അത് കണക്കൂട്ടിയില്ല എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്ത് പ്ലാനിംഗ് ബോർഡ് ചെയർമാനാണ് മുഖ്യമന്ത്രി, നിസ്സാരക്കാരനല്ല. ഒരു മുഖ്യമന്ത്രിയാണ് സംസ്ഥാനത്ത് പ്ലാനിംഗ് ബോർഡിൽ ചെയർമാൻ, മറ്റുള്ളവർക്ക് വൈസ് ചെയർമാനാവുന്നുള്ളൂ. അപ്പോൾ എന്തും പ്ലാനിംഗ് ആണ് നമുക്കുള്ളത്. അത് 100% ആ ബുദ്ധി തെറ്റാണ് പറയും. മനഃശാസ്ത്ര വിദ്യാർത്ഥിയിൽ മൊയ്തീൻ ഷായും ഗ്രൂപ്പ് പറയുന്നത് അത് 100% തെറ്റാണ്. തർക്കോട്ടിനി ആർക്കെങ്കിലും എതിർക്കാം, നമുക്ക് നേരിട്ട് സംസാരിക്കാം. അവിടെ കൊണ്ട് അവസാനിച്ചില്ല. അതിനേക്ക് വലിയൊരാണ് EMS മുഖ്യമന്ത്രിയായിട്ട് ചാർജ് എടുക്കാൻ വേണ്ടി തന്നെ ഇറങ്ങിയപ്പോൾ ഇത് ഒരു സംസ്ഥാനത്തിൻ്റെ, പ്രത്യേകിച്ച് കേരളത്തിൽ ആദ്യത്തെ മുഖ്യമന്ത്രിയാണ് EMS. അങ്ങനെ ആരും മുഖ്യമന്ത്രി ഉണ്ടായിട്ടല്ലോ, കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയാണ് എങ്കിലും മുഖ്യമന്ത്രിയാണ്. ചാർജ് എടുക്കുന്ന സമയം 11 മണി തൊട്ടാണ്. 10 ആയിപ്പാണ്. ഷർട്ടിൻ്റെ ബട്ടൺസ് ഇല്ല, കയ്യിൽ വാച്ചില്ല, അയൽവക്കത്തൊരു വാച്ച് ഷർട്ടിൻ്റെ എന്താണ് ബട്ടൺസ് വൈഫ് തുന്നി കൊടുത്തൊക്കെയാണ് പറയുക. അതെന്തോ പുകഴ്ത്തി പറയുന്ന പോലെ തോന്നുന്നത്. എന്താ കാര്യം? അത്ര ശുദ്ധരാണ്, അത്ര മിടുക്കരാണ്, അത് അത്ര പാവമാണ്, അത്ര അഴിമതി വിരോധമാണ്. അവിടെയും ഈ ചോദ്യം വരുന്നുണ്ട്. സാർ, സഖാക്കളെ, കമ്മ്യൂണിസ്റ്റ് സഖാക്കളെ, നിങ്ങളുടെ ആർക്കെങ്കിലും ബുദ്ധിയുടെ അംശം ഉണ്ടെങ്കിൽ, ഒരു ഏതെങ്കിലും സഖാവിന് ബുദ്ധിയുടെ അംശം ഉണ്ടെങ്കിൽ, മനഃശാസ്ത്രം അറിയാമെങ്കിൽ എൻ്റെ ഈ ചോദ്യത്തിന് ഉത്തരം പറയണം. അത് EMS കൊച്ചാക്ക് തുല്യമാണ്. കാരണം എന്താണ്? ഒരു മുഖ്യമന്ത്രിയാണ് പോകുന്നതല്ല, വെറും വഴിയാത്രക്കാരല്ല. ഒരു മുഖ്യമന്ത്രി എന്ന് പ്ലാനിംഗ് ബോർഡ് ചെയർമാനാണ് മുഖ്യമന്ത്രി. പ്ലാൻ ചെയ്യേണ്ട ആളാണ്. ആ പ്ലാൻ ചെയ്യേണ്ട ഒരാൾക്ക് ഒരു ഷർട്ട് ഉണ്ടായോ, ബട്ടൺസ് ഉണ്ടായോ, വാച്ച് ഉണ്ടായോ, ഇതൊക്കെ നേരത്തെ പ്ലാൻ ചെയ്ത് വച്ചില്ലെങ്കിൽ എന്ത് മുഖ്യമന്ത്രി? അതുകൊണ്ട് മാന്യ മഹാജനങ്ങളെ, CHനെ പോലുള്ള മഹാന്മാരെയും EMSനെ പോലെ മഹത് വ്യക്തിയെയും നിങ്ങളിങ്ങനെ കൊച്ചാക്കരുതെന്ന് വിനീതമായി അഭ്യർത്ഥിക്കണം. എൻ്റെ ഈ പോയിന്റിന് ഖണ്ഡിക്കാൻ തയ്യാറുള്ള ഏതെങ്കിലും മലയാളി ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് നേരിട്ടൊരു നമുക്ക് സംസാരിക്കാം. ഞാൻ സൈക്കോളജിയാണ് പറയുന്നത്. ഓക്കെ, അടുത്തത് ഈ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കേന്ദ്ര മുഷാവറ അംഗം M മുഹീദ്ദീൻ മൗലവിയുടെ ആറാമത്തെ ചരമ ദിനമാണെന്ന് അദ്ദേഹത്തിൻ്റെ എല്ലാ പാവങ്ങളും ഓർത്ത് അള്ളാഹു സ്വർഗത്തിൽ കയറ്റുന്ന ഒരിക്കൽ കൂടി ഞാൻ വിനീതമായി അള്ളാഹുവിനോട് അപേക്ഷിക്കാം. ബഹുമാന്യരെ, കേരള രാഷ്ട്രീയത്തിലേക്ക് വന്നാൽ
കേരള രാഷ്ട്രീയത്തിലേക്ക് വന്നാൽ ശശി തരൂർ കോൺഗ്രസിൻ്റെ ഉന്നത കുലജാതനും ഉന്നത നേതാവ്. പണ്ട് അംബേദ്കർ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. അംബേദ്കർ പറഞ്ഞിട്ടുണ്ട്, സവർണ വിഭാഗത്തിൽപ്പെട്ട 100% പേരും സംഘപരിവാർ അനുകൂലമായിരിക്കുമെന്ന് അംബേദ്കർ പറഞ്ഞിട്ടുണ്ട്. അത് 100% ശരിയാണ്. ഒരു സവർണ വിഭാഗം ഏതൊക്കെ പുരോഗതി വന്നാലും അവസാനം ഉള്ളിൻ്റെ ഉള്ളിൽ സംഘപരിവാറിനോട് ഒരു ചെറിയ സോഫ്റ്റ് കോൾ ഉണ്ടാവും. എന്തുകൊണ്ടാണ്? അവരുടെ സ്വകാര്യ രക്ഷാസൈന്യമാണ് RSS. സംഘപരിവാർ എന്ന് പറയുന്നത് ഇന്ത്യയിലെ മുന്നോക്ക സമുദായങ്ങളുടെ രഹസ്യമായിട്ടുള്ള അല്ലെങ്കിൽ സംരക്ഷ പാർട്ടിയാണ്. ഈ ക്രിസ്ത്യൻ സമുദായത്തിൽ സാൽവേഷൻ ആർമിയുണ്ട്. ആലുവയിൽ നിന്ന് പെരുമ്പാർ പോകുന്ന വഴിയിൽ ഒരു സാൽവേഷൻ ആർമിയുടെ ഓഫീസൊക്കെ ഉണ്ട്, ഹെഡ്ക്വാർട്ടേഴ്സ്. ഇപ്പോഴൊന്നുമില്ല. അതുപോലെ സാൽവേഷൻ ആർമിയാണ്. അവർക്കത് ആവശ്യകരം. കാരണം 12% വരുന്ന സവർണ വിഭാഗം, 88% പിന്നോക്കത്തിൽ ന്യൂനപക്ഷങ്ങൾ ഒരുമിച്ച് മൂത്തൊഴിച്ചാൽ പോകാനുള്ളൂ ഇന്ത്യയിലെ സവർണ വിഭാഗം. അതുകൊണ്ട് അവരുടെ നിലനിൽപ്പിന് വേണ്ടി അവർ ഒരു സംഘം ഉണ്ടാക്കിയാൽ, ഒരു ആർമി ഉണ്ടാക്കിയാൽ ഒരിക്കലും നമ്മൾ കുറ്റം പറയില്ല. അതും ഒരു മനഃശാസ്ത്ര ഗ്രൂപ്പായിട്ട് പറയണം, കുറ്റം പറയില്ല. നിലനിൽപ്പിന് പ്രശ്നമാണ്. അപ്പോൾ എന്തുവാകട്ടെ, അത് നിൽക്കട്ടെ. അപ്പോൾ ശശി തരൂരിനെ കുറിച്ച് കോൺഗ്രസ്സുകാർ നിങ്ങൾക്ക് എന്താണ് ഒരു നടപടിയെടുക്കാൻ ഭയപ്പാട്? അതിപ്പോൾ അവസാനം പറഞ്ഞു, ഈ കിട്ടുണ്ണി സർക്കസിലെ എല്ലാം കിട്ടുണ്ണി തന്നെയാണെന്ന് പറയുമ്പോൾ അവസാനത്തെ പറഞ്ഞു ഞാൻ തന്നെ മുഖ്യമന്ത്രിയാണെന്ന് പറഞ്ഞ് പുള്ളി എന്നൊരു സർവേ നടത്തി. എന്തോ മാനസികമായിട്ട് അദ്ദേഹത്തിന് അല്പം വിഷമമുണ്ട് അല്ലേ. മറ്റേ ഭാര്യയുടെ കേസ് BJP എന്നാണ് കുത്തിപ്പോകണത്, എന്നാണ് അകത്ത് എന്നുള്ളൊരു ഭയമുണ്ടെന്ന് തോന്നുന്നത്. അതാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് കോൺഗ്രസ് ഒരു കാര്യം ചെയ്യാമല്ലോ. അതും പാവം മൊയ്തീൻ ഷായി ഉപദേശിച്ചിട്ട് വരുമ്പോൾ എനിക്ക് നാണം തോന്നുന്നുണ്ട്. ഇത്രയും വലിയ പാർട്ടിയോട് അദ്ദേഹത്തെ പാർട്ടി ഒരു 6 മാസം സസ്പെൻഡ് ചെയ്യാൻ പാടില്ല, പുറത്താക്കണ്ട. സസ്പെൻഡ് ചെയ്താൽ നിങ്ങൾക്ക് സാധിക്കില്ലേ? സസ്പെൻഡ് ചെയ്ത് നിർത്തിയാൽ ആ ശശി തരൂർ എന്ത് വെച്ചാൽ കോൺഗ്രസ് ബാധകമല്ല. എടോ മണ്ടന്മാരെ കോൺഗ്രസ്, ഞാൻ രാഹുൽ ഗാന്ധിയോടും ഖാർഗെയോടും പറയാണ്, ദേശീയ നേതാക്കളാണ്, നിങ്ങൾക്ക് ബുദ്ധി ഉണ്ടെങ്കിൽ 6 മാസത്തേക്ക് അദ്ദേഹം സസ്പെൻഡ് ചെയ്ത് പാർട്ടിയിൽ നിന്ന്. അങ്ങനെ നിയമമുണ്ടല്ലോ. അങ്ങനെ ചെയ്താൽ ഗുണം എന്തറിയോ? അതും ഞാൻ വ്യാഖ്യാനം പറഞ്ഞാലേ. ഞാൻ എല്ലാം അധ്യാപകരുടെ ഉദാഹരണം ഇത് പറയണം. നമ്മുടെ മദനി സാഹിബ്, PDP മദനി സാഹിബ് അറിയാമല്ലോ. മദനി സാഹിബ് പെരിങ്ങാല പള്ളിക്കരക്കാരനും RSകാരനും വേലായുധനെ മതം മാറ്റിയെടുത്തപ്പോൾ അദ്ദേഹം യോഗങ്ങളിൽ പ്രസംഗം തുടങ്ങി. അപ്പോൾ എന്നോട് എനിക്ക് എല്ലാ വിഭാഗം ആൾക്കായിട്ടും ബന്ധമുള്ള സർവ്വസ്നേഹിയല്ലേ, RSS ആയിട്ടും ഒക്കെ എനിക്ക് ബന്ധം വെച്ചാൽ അടുത്ത നേതാക്കൾ ചില പരിചയമുണ്ട്. അതിൽ ഒരു നേതാവ് പറഞ്ഞു, വലിയ നേതാവ് പറഞ്ഞ്, ഇപ്പോൾ ഷാ സാറേ നമുക്കിനി പേടിക്കാനില്ല. മുഹമ്മദ് ബിലാലിന് പേരിട്ട് മുഹമ്മദ് ബിലാൽ കയറി സ്റ്റേജിൽ കയറി എന്ത് പറഞ്ഞാലും RSS സംബന്ധിച്ച് പുല്ലാണ്. പക്ഷെ വേലായുധനാണ് പറഞ്ഞെങ്കിൽ അവൻ ദളിതാന്നോട് അറിയില്ലല്ലോ, വേലായുധൻ ഹിന്ദു അല്ലേ, ഞങ്ങൾക്ക് ക്ഷീണമാണ്. അതുപോലെ സസ്പെൻഡ് ചെയ്ത ശശി തരൂർ എന്ത് ലേഖനം എഴുതിയാലും കോൺഗ്രസ് ബാധകമല്ല. മനസ്സിലാകുന്നുണ്ടോ കോൺഗ്രസ്സുകാരെ? എനിക്ക് ചിരി വരാണ്. ഈ പാവം മണ്ടനായ മൊയ്തീൻ ഷാ വേണമല്ലോ ഇതൊക്കെ ഒന്ന് പറഞ്ഞു തുടങ്ങുക എന്ന് പറയുമ്പോൾ എനിക്ക് സങ്കടം തോന്നുന്നുണ്ട്, അത്ഭുതം തോന്നുന്നുണ്ട്. പുറത്താക്കിയാൽ പിന്നെ എന്താണ് പറഞ്ഞത്, ഒരു പിന്നെ ഇത് കിട്ടും. അത് വേണ്ട, സസ്പെൻഡ് നിർത്താമല്ലോ. ഇനി ശശി തരൂരിലേക്ക് കിടക്കുമ്പോഴേ ശശി തരൂരും അതുപോലെ ഇപ്പം 5 ഈ നായർ വിഭാഗത്തിലെ മുഖ്യമന്ത്രി ആഗ്രഹിക്കുന്നുണ്ട്. അത് ശശി തരൂരിന് മറുപടി കൊടുത്തവരോ അതിനെക്കളപ്പാണ്. അവിടെയെല്ലാം ഗ്രൂപ്പിസം വരാണ്. ഓരോ നേതാവ് മറുപടി കൊടുക്കുമ്പോഴും അവിടെ പാർട്ടി വളരല്ല, പാർട്ടി തളരാണ്. ഏറ്റവും വലിയ ആൾ പിന്നെ മുരളി പറഞ്ഞ അതൊക്കെ ഒരു പാർട്ടിയിൽ ഒരു അച്ചടക്ക വിരുദ്ധമാണ് അങ്ങനെയൊക്കെ പറയുന്നത്. അങ്ങനെ പറയാൻ പാടില്ല. അതുപോലെ ഹസൻ സാഹിബ് പറഞ്ഞത് ഇതൊക്കെ കൊള്ളുന്നത് നാട്ടുപൂച്ചയാണെങ്കിലും കാട്ടുപൂച്ചയാണെങ്കിലും മമ്പിളിത്രവൺ നശിക്കുമെന്ന് പറയുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന ഓരോ ചലനവും ഓരോ പ്രസ്താവനയും ഈ പാർട്ടിക്കാണ് കൊട്ടുന്നത്. ഞാൻ പറഞ്ഞല്ലോ, കൊല്ലൻ്റെ ആലയിൽ നിൽക്കുന്ന മുയൽ, കൊല്ലൻ മുട്ടുന്ന ഇരുമ്പേലാണ്, പക്ഷെ പിടക്കുന്ന മുയലാണ്. മുയൽ മുട്ടുന്നുണ്ടോ? നിങ്ങൾ ചെയ്യുന്ന ഓരോ മുട്ടും നിങ്ങൾക്ക് ഗ്രൂപ്പിൽ വളരാൻ വേണ്ടിയാണെങ്കിൽ അത് പാർട്ടികൾ ക്ഷണിക്കുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത് ഈ 5 നായർ മുഖ്യമന്ത്രി അവർ വച്ചുകൊണ്ട് കേരളത്തിൽ ഇനി ഭരണം പിടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഭരണം വേണമെന്നുണ്ടെങ്കിൽ
40% വരുന്ന മുസ്ലിം സമുദായത്തിൽ ഒരാളെ മുന്നിൽ നിർത്തിക്കൊണ്ട്, ലീഗിനെ അല്ല ഉദ്ദേശിക്കാം, നിർത്തിക്കൊണ്ട്. ഇന്നിപ്പോൾ ആരോ പറഞ്ഞ ഞങ്ങളെന്ത് പറഞ്ഞാണ്, പലവരും പറഞ്ഞ കൂട്ടത്തിൽ ഒരാൾ നല്ല ഷാഫി പറമ്പിൽ ഫോട്ടോ ഇന്നാരോ ചെയ്തിട്ടുണ്ട്. ഷാഫിയെ പറയാൻ നിങ്ങൾക്ക് വിശ്വസിക്കാം, കാരണം അദ്ദേഹം ദേശീയ മുസ്ലിം. എന്തോട് അറിയോ, മുസ്ലിം കോട്ടയിൽ കിട്ടിയ സീറ്റിൽ നിന്ന് ജയിച്ച് പോയിട്ട് അവിടെ ചെന്നപ്പോൾ പുള്ളി ദൃഢപ്രതി ആളാണ്. അതുകൊണ്ട് ആ മുസ്ലിം സുഹൃത്തുക്കൾ, ക്രിസ്ത്യൻ സഹോദരങ്ങൾ, ഹിന്ദു സഹോദരങ്ങൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഉൾക്കൊള്ളാം. കാരണം മുസ്ലിമായിട്ട് യാതൊരു പ്രത്യേക താല്പര്യമോ പ്രത്യേക അടുപ്പമുള്ളതല്ല, ഒരു ദേശീയ മനുഷ്യമായിട്ട് കാണുന്നത്. ഏതാ നിരീശ്വരവാദിക്ക് തുല്യമാണ്. പണ്ട് നെഹ്റുവായിട്ട് വേണ്ടി കാണാം. നെഹ്റു കഴിവിലല്ല, ചിന്തയിൽ അങ്ങനെയുണ്ട്. അല്ലാതെ ഈ നിലക്ക് ഈ 5 നായന്മാരിൽ ഏതാളെ വെച്ചാലും കാല് വാരും, അവസാനം വരടും പോകും. നിങ്ങൾക്ക് മനസ്സിലാക്കിക്കോ. എന്തുകൊണ്ടാണ് പറയുന്നത് വെച്ചാൽ, ഇന്നിപ്പോൾ ചിലർ പറഞ്ഞ് കേരള കോൺഗ്രസ് മാണിയുടെ മകൻ ജോസ് കെ മാണിയെ UDF ചേർക്കണം എന്ന് പറഞ്ഞ് വി ഡി സതീശൻ്റെ ഒരു വാർത്ത വന്നിട്ടുണ്ട്. RSS യോഗത്തിൽ പോയി പ്രസംഗിച്ചൊക്കെയായിട്ട്. അപ്പോൾ അതൊക്കെ നിൽക്കട്ടെ. അപ്പോൾ വി ഡി സതീശൻ ക്ഷണിക്കുന്നുണ്ട്, CPI ക്ഷണിക്കുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, എന്തിനാണ് കോൺഗ്രസ്സുകാരെ മാണി ഗ്രൂപ്പിനെ പുറത്തു വിട്ടത്? കോൺഗ്രസ്സിന് എന്തെങ്കിലും ഒരു ദീർഘവീക്ഷണം ഉണ്ടായിരുന്നെങ്കിൽ, പ്രത്യേകിച്ച് കേരളത്തിലെ കോൺഗ്രസ് ഉണ്ടായിരുന്നെങ്കിൽ, ആ മാണി സാർ ഒരു 6 മാസം മുഖ്യമന്ത്രിയായി എന്തായിരുന്നു കുഴപ്പം? ആകാശവാണി വീഴായിരുന്നോ? എന്തിനും പറ്റിയ ആളല്ലേ മാണി സാർ? വർഗീയവാദിയോ അല്ലെങ്കിൽ ഒരു കുഴപ്പക്കാരോ ഒന്നുമല്ല. അല്പം സ്വല്പം പൈസ ഉണ്ടാക്കിയിട്ടുണ്ട്, സ്വന്തം സമുദായത്തിൽ കുറച്ച് ഭൂമിയൊക്കെ പതിച്ചു കൊടുത്തു, അതൊക്കെ ശരിയാണ്. അതിപ്പോൾ ആരെ ചെയ്യില്ലാത്ത? ഇപ്പോൾ ഞാൻ ആയിക്കാലും എൻ്റെ ഒരു സമുദായത്തിൽപ്പെട്ട ആൾ ഒന്നാമത്തേലും എൻ്റെ കഴിവുണ്ടെങ്കിൽ ഞാൻ ചെയ്ത് കൊടുക്കില്ലേ? അതൊന്നും വർഗീയമായിട്ട് കണക്കാക്കാൻ പറ്റില്ല. അല്ലാതെ എന്തായാലും മാണി സാറിന് കുഴപ്പം? നല്ല മനുഷ്യനല്ലേ അദ്ദേഹത്തിന്? 6 മാസത്തേക്ക് 1 വർഷത്തേക്ക് ലാസ്റ്റ് വരെ മുഖ്യമന്ത്രി ആയത് എന്താണ് കുഴപ്പം? സാധിച്ചോളൂ. അവിടെ മാണി സാറിന് വേറെ തെറ്റുപറ്റി, ഉമ്മൻചാണ്ടി വേറെ തെറ്റുപറ്റി. അവർ ആ ക്രിസ്ത്യൻ സമുദായത്തിൽ ആരും വളർത്തിയില്ല, വളർത്തിക്കൊണ്ട അവരുടെ മക്കളെയാണ്. മക്കളിപ്പോൾ കരിക്കാട്ടിപ്പോയി, കതിർക്കുന്ന എന്താണ് പാകനുപരി പതരായി പോകുന്ന പോലെ. ഇപ്പോൾ ഉമ്മൻചാണ്ടി സാറിന് മകൻ കൊണ്ട് കഴിവില്ലാത്ത പോയി, ജോസ് കെ മാണി കഴിവില്ലാത്ത പോയി. അത് സമുദായ ക്ഷീണത്. ഇനിയിപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ഞാനൊരു കാര്യം പറയാം, ഞങ്ങൾ മനഃശാസ്ത്ര കൂട്ടായ്മയാണ്, ഫിലോസഫിസ്റ്റാണ്, ശാസ്ത്രീയമാണ്. വളരെയധികം ഉലങ്കക്ഷമായി പഠിച്ചിട്ട് ഈ പാർട്ടിയെക്കുറിച്ച് പഠിച്ച് പറയാണ്. ഒരൊറ്റ വഴിയുള്ളൂ, ആ വഴി പലർക്കും ഇഷ്ടപ്പെടില്ല. പക്ഷേ ക്രിസ്ത്യൻ സമുദായത്തെ തൃപ്തിപ്പെട്ടെങ്കിൽ ആ കണ്ണൂർക്കാരനെ പ്രസിഡൻ്റാക്കിയിട്ടും കാര്യമില്ല. ഒരു വ്യക്തി ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്. കെ വി തോമസ് ഉണ്ടായത് പോയില്ല, പുള്ളി പോയി. പോകാതെ ആൾ നിൽപ്പുണ്ട്. ആൾക്ക് നിർഗുണനാണ്, അല്ലെങ്കിൽ അല്പം സ്വല്പം കഴിവായിട്ട് കാണിച്ചാണ്. കാരണം ഭരണം കിട്ടിയ സമയത്ത് ഡെപ്യൂട്ടി സ്പീക്കറായി കൊടുത്തപ്പോൾ BJPക്ക് അനുകൂലമായിട്ട് നിന്ന ആൾ വേണം. ഒക്കെ ശരിയാണ്. എങ്കിലും PJ കുര്യൻ എന്നൊരാളുണ്ട്, പ്രായസ് കൂടുതലാണ്, മനസ്സിലായില്ലേ? പ്രായസ് കൂടുതലാണ്. PJ കുര്യനെ KPC പ്രസിഡന്റ് തൽക്കാലത്തേക്ക് കൊടുത്തോ, അല്ലെങ്കിൽ വേറെ ഏത് സ്ഥാനം കൊടുക്കാമെന്ന് മുഖ്യമന്ത്രിയാക്കാൻ ഞാൻ പറയുന്നില്ല. അങ്ങനെ നിർത്തിയാൽ ക്രിസ്ത്യൻ സമുദായത്തിൽ അച്ഛന്മാരായിട്ട് ബന്ധമുള്ള ആളെന്ന് IBയുടെ ഒരു കുഴപ്പമില്ല. പക്ഷെ പയ്യൽ നിങ്ങൾ സമ്മതിക്കില്ലല്ലോ. ഷാഫി പറമ്പിൽ നിങ്ങൾ സമ്മതിക്കില്ല. നിങ്ങൾക്ക് സീനിയർ ആയിരിക്കണം, ഞങ്ങളെക്കാൾ മൂത്ത ആളുമായിരിക്കണം. അല്ലാതെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ വെച്ചിട്ട് കാര്യമില്ല. കാരണം അത് ആകെയുള്ള 23% വോട്ടിൽ 80 മുതൽ 90% വോട്ടും ഈഴവർ വോട്ട് ഇത്ര LDFന് പോകും. കഴിഞ്ഞ പ്രാവശ്യം 80 വേളിൽ ഇത്ര 90 പോകും. അപ്പോൾ അവിടുന്ന് ഒന്നും കിട്ടാനില്ല. 100 ഈഴവൻ വോട്ട് ചെയ്യാൻ 1 വോട്ടേ കിട്ടുള്ളൂ. 110 നായർ വോട്ട് ചെയ്യുമ്പോൾ 1 വോട്ടേ ഉള്ളൂ. പക്ഷേ ക്രിസ്ത്യാനില്ല, 100 ക്രിസ്ത്യാനി വോട്ട് ചെയ്യുമ്പോൾ ഏതാണ്ട് 10 വോട്ടെങ്കിലും, ഞങ്ങൾ 5 10 വോട്ടെങ്കിലും കിട്ടും. 100 ക്രിസ്ത്യാനി വോട്ട് ചെയ്യുമ്പോൾ കേരളത്തിൽ ഒരു 10 വോട്ടെങ്കിലും മിനിമം കിട്ടും. ബാക്കി നായിൽ നിന്നും ചോലിൽ നിന്നും പുലയിൽ നിന്നും അല്ലെങ്കിൽ ദളിത് കിട്ടില്ല. പിന്നെ കിട്ടുന്ന എവിടെ നിന്നറിയാമോ? ഈ 40% വരുന്ന മുസ്ലിം സമുദായത്തിൽ നിന്നാണ്. അവർ വോട്ട് കിട്ടിയാണ് ഇതൊക്കെ രക്ഷപ്പെട്ടിരിക്കുന്നത്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, മാണി ജോസഫ് വന്നാലും ജോസഫിന് അത്രയും ക്രിസ്ത്യൻ സമുദായ ആളായിട്ട് കാണാൻ പറ്റത്തില്ല. കാരണം പക്വതയില്ല, പയ്യനല്ലേ. മാണി സാറിനെ പോലെയോ അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി സാറിനെ പോലും പറ്റില്ല. അവരൊന്നും ഫുൾഫിൽ അല്ല, അൺഫിറ്റാണ്. ഇന്നിപ്പോൾ ഫിറ്റായിട്ടുള്ള ആൾ നിങ്ങൾക്ക് വേണം ചിന്തിക്കാം. വേണം നമ്മൾ പോരായികൊണ്ട് ഞാൻ പറയും, ഡെഫിറ്റ് ഞാൻ പറയുന്നു. അദ്ദേഹത്തിന് പല പോരായികളുണ്ട്, ഒരു സംശയമില്ല. പക്ഷേ തമ്മിൽ ഭേദം തൊമ്പൻ എന്ന് പറയും പോലെ PJ കുര്യനെ ഒരു അവസരം കൊടുത്താൽ അദ്ദേഹത്തിന് ആഗ്രഹമുണ്ട്.
ഒന്നുകൂടി ഒന്ന് ഷൈൻ ചെയ്യുന്നുണ്ട്. ആരോഗ്യമുണ്ട്, ആരോഗ്യക്കുറവൊന്നുമില്ല, അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഉണ്ട്, ക്രിസ്ത്യൻ സഭയായിട്ടൊക്കെ ബന്ധമൊക്കെ ഉണ്ട്, മധ്യ തിരുവിതാംകൂറുകാരനാണ്, ഒരുപടി മറ്റുണ്ട്, കണ്ണൂർക്കാരനൊന്നുമില്ല. അങ്ങനെ നിങ്ങൾക്ക് ചിന്തിക്കാം. അങ്ങനെ ചിന്തിച്ചാൽ 100 വോട്ട് ചെയ്യുമ്പോഴും ഒരു 10 വോട്ടെങ്കിലും കോൺഗ്രസിന് UDF കിട്ടുന്നത് ക്രിസ്ത്യൻസിനാണ്, മധ്യ തിരുവിതാംകൂർ. നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കാൻ പഠിക്കും. അല്ലാതെ ഇപ്പോഴത്തെ ഇതാണോ അല്ലെങ്കിൽ ഞാനിവിടെ ജോസഫ് ഗ്രൂപ്പ് ഉണ്ടല്ലോ, ജോസഫ് ഗ്രൂപ്പ് സീനിയർ അല്ലേ? അതിനേക്കാൾ സീനിയർ ഇന്ന് കേരളത്തിൽ ഏതോ ക്രിസ്ത്യാനികളെ എന്ത് ഫലമില്ല. കേരള കോൺഗ്രസ് ആയിട്ട് കാര്യമില്ല. മാണി സാറിന് പകരം വഹിക്കാനോ ഉമ്മൻചാണ്ടി പകരം വഹിക്കാനോ ജോസഫ് പോരാ, അൺഫിറ്റഡ്, കാരണം കപ്പാസിറ്റി ഇല്ല, ഉള്ളിലെന്തെങ്കിലും വേണ്ടേ, അതില്ല. ഇത് ജോസ് കെ മണി വന്നത് അത് തന്നെയാണ്. പക്ഷേ എന്തുകൊണ്ടാണോ കോൺഗ്രസ്സുകാരെ പ്രത്യേകം ലീഗ് കുഞ്ഞാക്കൾ ചോദിക്കുകയാണ്, ഈ ജോസ് കെ മാണിയ ഗ്രൂപ്പ് നിങ്ങൾ എന്തിനാണ് LDF വിട്ട്? എന്ത് നേട്ടം നിങ്ങൾക്ക് കിട്ടി? ഇതൊക്കെ ഇതിൻ്റെ അടിയൊഴുക്ക് മനസ്സിലാക്കാൻ കുഞ്ഞാക്കും മറ്റ് ഉമ്മൻചാണ്ടി സാറിനൊക്കെ ഇല്ലേ? ഉമ്മൻചാണ്ടി അന്നുണ്ടല്ലോ. അപ്പോൾ ഇതാണ് കോൺഗ്രസ്സിൽ കോട്ടയം ജില്ലയിൽ 7-8 സ്ഥാനത്ത് മത്സരിക്കാം. മത്സരിച്ചിട്ട് കാര്യമുണ്ടോ? ജയിച്ചെടുക്കണ്ടേ? മത്സരിച്ച് കാര്യമുണ്ടോ? ഇപ്പോൾ ഞാൻ ഇന്ത്യൻ രാഷ്ട്രപതി സ്ഥാനത്തെ കുറിച്ച് ബാക്കി എല്ലാത്തിലും വാർഡ് മെമ്പർ പോലെ പാർലമെൻറ്റ് മത്സരിച്ചിട്ട് എന്താ കാര്യമുള്ളത്? മൂട്ട ഹജ്ജിന് പോയതുപോലെ ഞാൻ MP പോയോ? മത്സരിച്ചിട്ട് കാര്യമില്ല, ജയിക്കണം. അപ്പോൾ നിങ്ങൾ തട്ടിവിട്ടില്ലേ? അപ്പോൾ നിങ്ങൾ കാണിക്കുന്ന മണ്ടത്തരത്തിനാണ് കാരണം. രണ്ടത്തരം ഒന്ന് മുസ്ലിം ലീഗ് കാണിക്കുന്ന മണ്ടത്തരം, ആ മുസ്ലിമിൻ്റെ പേര് ഉപയോഗിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രസിഡന്റ് ആകാം, മുഖ്യമന്ത്രിയാക്കുക ആവശ്യം ആകാമല്ലോ, എന്താ കുഴപ്പം? 40% നിങ്ങൾ മുസ്ലിം എന്ന പേര് മാറ്റിയാൽ വേറെ പേരിട്ട് ഞാൻ ഉൾപ്പെടെ മുസ്ലിങ്ങൾ പലരും നിങ്ങളുടെ കൂടെ വരാൻ തയ്യാറാവുന്നേ, എന്താ കുഴപ്പം? അവിടെയാണ് ഗാന്ധി. കാരണം നിങ്ങൾ പേര് അത് PDP ദേശീയ പേരാണ്, ജാതി പേരില്ല. പക്ഷെ അതൊരു കാര്യമില്ല, അകത്തൊന്നുമില്ല. മാണി ജോസിൻ്റെ കാര്യം പറഞ്ഞ പോലെ, മാണിച്ചേട്ടൻ്റെ കാര്യം പറഞ്ഞില്ല. നിങ്ങളിൽ അകത്ത് സാധനമുണ്ട് കുറച്ച്, നിങ്ങൾ പേര് മാറ്റ്, അല്ലെങ്കിൽ നിങ്ങൾ നശിച്ചു പോവും. കോൺഗ്രസ് നശിച്ചു പോവും, UDF നശിച്ചു പോവും. കാരണം ഇപ്പോൾ മുസ്ലിം ലീഗും കുഞ്ഞാക്കായും തങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ UDF ഭരണം കിട്ടുമെന്ന് ചിന്തയൊന്നും വേണ്ട, അതിലൊന്നും ഒരു കാര്യമില്ല. അത് ഞാൻ കാര്യസാരം പറഞ്ഞു. ഞങ്ങളിപ്പോൾ അന്ന് കണക്കാണ്. ആകെ ഞാൻ വീണ്ടും പറയണം, ആകെ 140 ലക്ഷം മുസ്ലിമാണ് കേരളത്തിലുള്ളത്, 38%. അതിൽ ലീഗിൻ്റെ 25 ലക്ഷം ഉള്ളതേ. ഞാൻ ലീഗ് വിരോധിയായിട്ട് വന്നല്ല, 25 ലക്ഷം ഉള്ളൂ. ഒരു 15 ലക്ഷമാണ് കോൺഗ്രസ്സിലുള്ളൂ. ബാക്കി ഒരു 10 ലക്ഷം, ഒരു 5 ലക്ഷം മറ്റാണ് ഇപ്പോൾ CPM പോകുന്നത്, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പോകുന്നത്. ബാക്കി 1.5 ലക്ഷം പുറത്ത് കിടക്കാണ്ടോ? നിങ്ങൾ എവിടുന്ന പഠിക്കുന്നത്? നിങ്ങൾ എവിടുന്ന നിങ്ങൾ ചരിത്രം പഠിച്ചത്? നിങ്ങളൊന്ന് രാഷ്ട്രമീമാംസ ആരുമില്ല. രാഷ്ട്രമീമാംസ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ല, ഇന്നലെ പോലെ 540 സീറ്റിലെടുത്ത് വയനാട്ടിൽ മത്സരിക്കില്ല, അത് പോട്ടെ, അധികം വിട്ടുകൾ കാര്യം. അപ്പം നിങ്ങൾ കേരളത്തിൽ അധികാരം കിട്ടണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ VJ കുര്യൻ അദ്ദേഹത്തെ തൽക്കാലത്തുകയിലും നിങ്ങളൊന്ന് രംഗത്ത് നിർത്തണം. ക്രിസ്ത്യൻ സമുദായത്തിൽ ഇന്ന് ഫിറ്റായ ഒരാളുണ്ടെങ്കിൽ, പക്വതയും പാകതയും പ്രായമൊക്കെയുള്ള ആളെങ്കിൽ ഫിറ്റാള് VJ കുര്യൻ അത്ര സഭയായിട്ട് ബന്ധമില്ല. അദ്ദേഹം നിങ്ങൾ മറ്റെന്തെങ്കിലും ഗ്രൂപ്പിൻ്റെ പേരിലൊക്കെ മാറ്റി നിർത്തരുത്. ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹത്തെ പല പോരായിക്കട്ടെ, ഇപ്പോൾ രമേശ് കാര്യം പറഞ്ഞില്ല, പല പോരായിക്കട്ടെ, എങ്കിലും അദ്ദേഹത്തെ തൽക്കാലം മുന്നിൽ നിർത്തിയാൽ പറഞ്ഞ പോലെ VJ കുര്യൻ നിർത്ത്. അല്ലാതെ കണ്ണൂർക്കാർ വേണ്ടിക്കല്ല, അത് നോക്കണം. മുസ്ലിം ലീഗ് പേര് മാറ്റണം, മസ്റ്റാണത്. നിങ്ങൾ നിങ്ങളെ കുറിച്ച് കഴിവുള്ള ആളാണ്. നിങ്ങൾ RSSന്റെ യോഗത്തിൽ പോയി, അതൊന്നും അത് വിഷയമല്ല. RSSന്റെ യോഗത്തിൽ പോകുന്നല്ല കുഴപ്പം, RSSകാരനാകുന്ന കുഴപ്പം. അതൊന്നും RSSകാരൊന്നും രമേശോ അല്ലെങ്കിൽ മറ്റേ ഇതോ RSS ആവും ഞാൻ ഒരിക്കലും പറയില്ല. ഞാൻ ആ നേരത്തെ അംബേദ്കർ പറഞ്ഞ RSS അനുഭാവം കാണിക്കുന്ന പറഞ്ഞത്. RSS എന്ന് പറഞ്ഞില്ല, അംബേദ്കർ പറഞ്ഞില്ല, ഞാനും പറഞ്ഞില്ല കേട്ടോ, പറയട്ടാ. കാരണം അത് അവർ വേറെ കാര്യം, അത് കൾച്ചർ പറയാം. അപ്പം നിങ്ങൾ അങ്ങനെ ചെയ്യണം, ചിന്തിക്കുക, അതല്ലെങ്കിൽ അപകടമാണ്. അതാണ് കാര്യം. മുസ്ലിം ലീഗ് പേര് മാറ്റാത്തത് എന്തുകൊണ്ടാണ് നിങ്ങൾ അവരെ പേര് മാറ്റാത്തത്? ഞാൻ പറയാം, ഇന്ന് ലോകത്ത് ജാതി പേരിൽ ഒരു പാർട്ടി ഇല്ലെന്ന്. ആകെ ഉണ്ടായിരുന്നത് ജർമ്മനിയിൽ ഒരു ക്രിസ്ത്യൻ എന്നോട് ഉണ്ടായത്, അതിപ്പോൾ ഇല്ല, അത് CH പറഞ്ഞാണ്, ഇപ്പോൾ അതുമില്ല. അപ്പോൾ എന്താണ് നിങ്ങൾ ചിന്തിക്കാത്തത്? അങ്ങനെ ചിന്തിച്ച് മുന്നോട്ട് പോകും, അല്ലെങ്കിൽ അപകടമാണ്. ഇപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിയുടെ കെയർ ഓഫിൽ ഇന്നലെ നടത്തിയ സമരം, ആ സമരം 100% ശരിയായിരുന്നു. സമരമല്ല, പണിമുടക്ക്.
പക്ഷെ ആ പണിമുടക്കിനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കൂടി അത് ഹർത്താലാക്കി, അതിൻ്റെ ബന്ധാക്കി. ബന്ധ പേരില്ലാത്തതുകൊണ്ടാണ്. പണ്ട് ബന്ധമൊക്കെ എന്നാൽ വീട്ടിൽ പുറത്തിറങ്ങുമ്പോൾ പറ്റില്ല, വണ്ടി എടുക്കാൻ മാത്രമേ ആൾക്കും പുറത്തിറങ്ങാൻ പറ്റില്ലാത്ത കാലമായിരുന്നു ഇന്ത്യ കേരളത്തിൽ. അത് അന്ന് ബന്ദ്, അത് പിന്നീട് ഹർത്താലാക്കി, ബന്ദ് നിരോധിച്ചോടി ആ ഹർത്താലാക്കി. അവിടെ ലക്ഷ്യം തെറ്റിപ്പോയില്ലേ? അത് നിർബന്ധം, ഹർത്താൽ നിർബന്ധമാകും. അത് അർഹതയുള്ളവർക്ക് നിങ്ങൾ ഹർത്താൽ പ്രഖ്യാപിക്കുക, എന്നിട്ട് നിങ്ങളുടെ ഓഫീസിലോ വീട്ടിലോ പോയിരിക്കുക. അപ്പോൾ നമുക്കറിയാം ഇത് നിങ്ങൾ ഗ്യാങ്ങായിട്ട് മറ്റൊരു സ്കൂട്ടറിൽ ഇറക്കാൻ നിങ്ങൾ കാറിലും ജീപ്പിലും പോയി ബലമായിട്ട് അടുപ്പിക്കുമ്പോൾ ആ കാലമൊക്കെ ഇന്ത്യയിൽ പോയി ലോകത്ത് പോയി. സർ, പണിമുടക്കോ സമരമൊന്നും വേണ്ടെന്നല്ല പറഞ്ഞത്. സമരം മസ്റ്റാണ്. സമരത്തിൽ കൂടി മാത്രമാണ് ലോകത്ത് പലതും നേരിട്ടുള്ളൂ. ഇപ്പം അയ്യങ്കാളി പണിമുടക്കുക സമരമൊക്കെ ആയിരുന്നല്ലോ. പണിമുടക്ക് സമരത്തുമില്ലല്ലേ? പക്ഷെ ഹർത്താൽ വ്യത്യാസമുണ്ട്. പണിമുടക്കും ഹർത്താൽ വ്യത്യാസമുണ്ട്. അതിൽ നിങ്ങൾക്ക് ഒരു കാര്യം പറയാം. അതായത് IT പാർക്കിൽ ഒരു കുഴപ്പമുണ്ടായില്ല. ഇൻഫോ പാർക്കിൽ IT പാർക്കിൽ കോടികളെടുത്ത് ഒരു സമരമൊന്നും ഉണ്ടായില്ല. സൂപ്പർ മാർക്കറ്റ് എല്ലാം ഓണായിരുന്നു. പാവപ്പെട്ടവൻ്റെ മുറുക്കാൻകട, പെട്ടിക്കട, ചായക്കട അതൊക്കെയാണ് നിങ്ങൾ അടുപ്പിച്ചത്. അവനൊരു കട ഒരു ദിവസം പോയില്ലെങ്കിൽ അവർ ജീവിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഈ വശങ്ങൾക്ക് നിങ്ങൾ മനസ്സിലാക്കിയില്ല, അപകടമാണ്. ഞാൻ ഒരു കാര്യം പറഞ്ഞ് നിർത്താം, അത് സമയം. അതെന്താണെയോ, ഈ ശശി തരൂർ എഴുതിയ ലേഖനമുണ്ടല്ലോ അടിയന്തരാവസ്ഥയെക്കുറിച്ച്, പറയുമ്പോൾ കോൺഗ്രസ്സിന് കൊള്ളുമെങ്കിലും പറയാതിരിക്കാൻ പറ്റില്ല. ശശി തരൂർ പറയുക, അതായത് തുർക്കുമൻ ഗേറ്റ് നിങ്ങൾക്കറിയോ? തുർക്കുമൻ ഗേറ്റ് ഡൽഹിയിലെ ഇപ്പോൾ പാലിക ബസ്സായിരിക്കും. ഞാൻ എത്രയോ പ്രാവശ്യം പോയിക്കുന്ന സ്ഥലമാണ്. തട്ടിപ്പിൻ്റെ കാര്യമാണ്. അവിടെ വിൽക്കുന്ന സാധനങ്ങൾ നല്ല ശതമാനം മായും ചേർത്താണ്, ഒറിജിനലൊന്നുമില്ല. എന്നാലും വലിയ പേരാണ് പാലിക ബസ്സാർ. അതിൻ്റെ പഴയ പേര് തുർക്കുമൻ ഗേറ്റ് എന്നായിരുന്നു. 99% മുസ്ലിം താമസിക്കുന്നത്, 10,000 കുടുംബങ്ങൾ. അതാണ് ഈ സഞ്ജയ് ഗാന്ധി പട്ടാളം കൊണ്ടുവന്ന് രാത്രിയുടെ മറവിൽ എല്ലാവരും ഓടിച്ചും വെടിവെച്ച് കൊന്നും നടിച്ചത്. അന്ന് അവിടുത്തെ കളക്ടർ അല്ലെങ്കിൽ ഒരു മലയാളി ഉണ്ട്, അവൻ പറഞ്ഞറിയോ, ഇനിയൊരു കൊച്ചു പാകിസ്ഥാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞാൽ. കാശ്മീരിൽ പോലെ ഇനി കൊച്ചു കാശ്മീർ ഉണ്ടാക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞാൽ അവരെല്ലാം മാറ്റിക്കളഞ്ഞ്. എവിടെ പോയി എന്നൊരു വിവരമില്ല. അവിടുത്തെ ആ ജനകോടികളുടെ ജനലക്ഷങ്ങളുടെ കണ്ണീരും നിലവിളിയും ഇപ്പോഴും ചെവി വെച്ച് നോക്കിയാൽ കേൾക്കാം. അത്ര കണ്ട് അടിയന്തരാവസ്ഥയിൽ ശബ്ദിക്കാൻ പറ്റുന്നത്. ഇന്ദിരയുടെ പേര് ഉപയോഗിച്ചുകൊണ്ട് സഞ്ജയ് ഗാന്ധി എന്ന ആ മോൻ അവിടെ കാണിച്ച വൃത്തികേടിന് ഒരു കണക്കില്ല. പക്ഷെ അത് ഇന്നിപ്പോൾ പറഞ്ഞ് രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അല്ലെങ്കിൽ സോണിയാഗാന്ധി പറഞ്ഞിട്ട് കാര്യമുണ്ടോ? പക്ഷേ ശശി തരൂരിൻ്റെ ലേഖനം, അത് അവസാനം വന്ന ലേഖനത്തെ അവസാനം പറഞ്ഞറിയോ, ജനാധിപത്യം, അന്ന് ജനാധിപത്യം പോയി, ഇന്ന് ജനാധിപത്യം ശക്തിപ്പെട്ടിരിക്കുന്ന. എൻ്റെ പൊന്ന് ശശി തരൂർ, നിങ്ങൾക്ക് ആർക്ക് വേണ്ടി വെള്ളം കാച്ചണത്? ഇന്ന് ഇന്ത്യയിൽ ജനാധിപത്യം പോയിട്ട് പത്രസ്വാതന്ത്ര്യം എന്താണോ ഇന്ന് ഇന്ത്യയിലുള്ളത്? നിങ്ങൾക്കറിയില്ല. നിങ്ങളൊന്നും മറച്ചു നോക്കുമ്പോൾ നിങ്ങൾ അകത്തിടും. ഇന്ന് എത്ര ലക്ഷം പേര് വിചാരണ കൂടാതെ ഇന്ത്യൻ ജയിലിൽ കിടപ്പണറിയോ? എത്ര ലക്ഷം പേര്. അതിൽ 90% ദളിതുകളും മുസ്ലിങ്ങളും ന്യൂനപക്ഷങ്ങളുമാണ്. ഇത് ശശിക്കറിയോ? ശശിയുടെ ആരും കിടപ്പില്ല, അതൊന്നും കിടക്കില്ല. എടാ, ശശി തരൂർ ഇപ്പോൾ കോൺഗ്രസ് നിന്നുകൊണ്ട് കോൺഗ്രസ് ആപ്പോയിക്കുമ്പോഴേ നട്ടിലുള്ള കോൺഗ്രസ്സുകാർ വെറുതെ ഇരിക്കില്ലായിരുന്നു. പക്ഷേ സസ്പെൻഡ് ചെയ്യാൻ പോലും പറ്റുന്നില്ലല്ലോ. അതിനുള്ള കപ്പാസിറ്റിയുള്ള ഒരു കോൺഗ്രസ് നേതാവില്ലല്ലോ. സങ്കടമുണ്ട് കേട്ടോ, സങ്കടമുണ്ട്. ഈ 88% വരുന്ന പിന്നോക്കത്തിൽ ന്യൂനപക്ഷങ്ങൾ അവരുടെ അവസ്ഥ ആലോചിക്കുമ്പോഴേ സത്യത്തിൽ വലിയ സങ്കടവും ദുഃഖവും അമർഷവും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ഇത്രയും കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് നിർത്താൻ നിൽക്കും. ഒരായി നന്ദി. ജയ് ഹിന്ദ്.